നല്ലവരൊത്തു വലം ഭാഗേ. ആരാധിച്ചു വണങ്ങുന്നു, അതുതാ ഞങ്ങൾക്കുദ്ധാനം രക്ഷയുമുയരും നൽകുന്നു. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു, ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവനഭയം നീ നൽകണമേ മൃതനായുസ്സും. മൃതരാം നരരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലേ. മാമോദീസ വഴിയങ്ങി സുതരാണവരെന്നു അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ, നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരേ നിത്യവിരുന്നിൽ ചേർക്കണമേ. മഴ പെയ്യുമ്പോൾ വയലുകളിൽ പൊട്ടി മുളയ്ക്കുന്നു, കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവനുദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാവാ പുത്രൻ റൂഹായി മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നീക്കും. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവീശ്വരായ നീക്കും. ഉന്നത നിർഭനാം മിശിഹാനാഥ, മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. അഗാധ നിന്ന് ഞാൻ വിളിക്കുന്നു, എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ പാപമോചന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. എൻ്റെ പ്രതീക്ഷ അവൻ്റെ വാഗ്ദാനത്തിലാകുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണ്ണമായ രക്ഷയും അവൻ്റെ പക്കലാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ആസനം ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവീശ്വര എന്നേക്കും. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉദ്ധാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നീക്കും. സകലത്തിന്റെയും നാഥനും ദൈവവുമായ മിശിഹായെ, നിന്റെ കുരിശിന്റെ അടയാളത്തോടും മഴകുമ്പടിയോടും കൂടെ വാനമേഖല പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായ കപടങ്ങൾ ഉയർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ വിധി ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാർമ്മൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരനെ നീ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ശാശ്വതമായൊരു ഭവനം
സ്വർഗനാട്ടിൽ കർത്താവ് ഒരുക്കുന്നുണ്ട്. ശാശ്വതമായൊരു ഭവനമുണ്ട്. സ്വർഗനാട്ടിൽ കർത്താവ് ഒരുക്കുന്നുണ്ട്. വിശുദ്ധന്മാർ കൂടും ദേശമതേ, ഹല്ലേലൂയ ധ്വനി മുഴങ്ങും ദേശം. വിശുദ്ധന്മാർ കൂടും ദേശമതേ, ഹല്ലേലൂയ ധ്വനി മുഴങ്ങും ദേശം. മൃത്യുവില്ലാ ദേശം, കണ്ണീരില്ലാ ദേശം, എത്രയോ സുന്ദര ദേശമതേ. മൃത്യുവില്ലാ ദേശം, കണ്ണീരില്ലാ ദേശം, എത്രയോ സുന്ദര ദേശമതേ. ശാശ്വതമായൊരു ഭവനമുണ്ട്. സ്വർഗനാട്ടിൽ കർത്താവ് ഒരുക്കുന്നുണ്ട്. ശാശ്വതമായൊരു ഭവനമുണ്ട്. സ്വർഗനാട്ടിൽ കർത്താവ് ഒരുക്കുന്നുണ്ട്. നിത്യപ്രശോഭിത ദേശമതേ, കുഞ്ഞാടതിൻ വിളക്കാണവിടെ. നിത്യപ്രശോഭിത ദേശമതേ, കുഞ്ഞാടതിൻ വിളക്കാണവിടെ. രാത്രിയില്ലാ ദേശം, ശാപമില്ലാ ദേശം, എത്രയോ സന്തോഷ ദേശമതേ. രാത്രിയില്ലാ ദേശം, ശാപമില്ലാ ദേശം, എത്രയോ സന്തോഷ ദേശമതേ. ശാശ്വതമായൊരു ഭവനമുണ്ട്. സ്വർഗനാട്ടിൽ കർത്താവ് ഒരുക്കുന്നുണ്ട്. ശാശ്വതമായൊരു ഭവനമുണ്ട്. സ്വർഗനാട്ടിൽ കർത്താവ് ഒരുക്കുന്നുണ്ട്. ഈശോയിലെ സ്നേഹമുള്ളവരെ, ജോസഫ് ഏട്ടൻ്റെ
മരണത്തിൽ ദുഃഖാർത്ഥരായ കുറുപ്പനാട്ട് കുടുംബാംഗങ്ങളെ, ജോസഫേട്ടൻ്റെ പ്രിയ മക്കളെ, അമ്മച്ചി, വളരെ ദുഃഖകരമായ ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയായിരുന്നു. ജോസഫേട്ടൻ്റെ അദ്ദേഹം കൂതാശകളെല്ലാം സ്വീകരിച്ച് വിശുദ്ധ കുർബാനയും രോഗിലേവനും എല്ലാം സ്വീകരിച്ച് രോഗാവസ്ഥയിൽ ആയിരുന്നു. അദ്ദേഹം പ്രാർത്ഥിച്ച് ഒരുങ്ങി സ്വർഗത്തിലേക്ക് യാത്രയാവുകയാണ്. മക്കൾ നന്നായി ശുശ്രൂഷിക്കുകയും നല്ല ചികിത്സ നൽകി ഒരു നല്ല മരണത്തിനു വേണ്ടി ഒരുക്കുകയും ചെയ്ത മക്കളെ എല്ലാവരെയും ദൈവസമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ തിരുക്രമത്തിൽ ഈ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുവാനും പ്രാർത്ഥിക്കാനും പെരിയ ബഹുമാനപ്പെട്ട കുര്യാക്കോസ് വെട്ടുവഴിയച്ഛൻ നമ്മളോടൊപ്പമുണ്ട്. അദ്ദേഹം ഇന്നത്തെ തിരുക്രമങ്ങൾക്ക് നേതൃത്വം നൽകും. അദ്ദേഹത്തെ കുടുംബാംഗങ്ങളുടെ പേരിൽ ഞാൻ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന FCC കോൺവെൻറ്റിൽ ആയിരുന്ന സിസ്റ്റേഴ്സ് അനേകർ വന്നിട്ടുണ്ട്. അവരെയും പ്രത്യേകമായി കുടുംബാംഗങ്ങളുടെ പേരിലുള്ള നന്ദിയും പ്രത്യേകിച്ച് ഈ തിരുക്കമ്പത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്കെല്ലാവർക്കും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈ ചാച്ചൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഈ ചാച്ചനെ ശുശ്രൂഷിച്ച മക്കളെ ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമുക്ക് തിരുക്കർമ്മങ്ങൾ ആരംഭിക്കാം. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടച്ച് ചാച്ചനെ ഒരിക്കൽ കൂടി ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ചാച്ചൻ വഴിയായിട്ട്, ജോസഫേട്ടൻ വഴിയായിട്ട് ഈ കുടുംബത്തിന്, അയൽവക്കംകാർക്കും ബന്ധുമിത്രാദികൾക്കും ഈ ഇടവകയ്ക്കും കഴിഞ്ഞ കാലങ്ങളിൽ ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും വേണ്ടി നമുക്ക് ദൈവത്തോട് നന്ദി പറയുന്നതോടൊപ്പം അദ്ദേഹത്തിൻ്റെ എളിയ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ജീവിച്ചിരിക്കുന്നവരായ നമുക്ക് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പ്രത്യേക കടമയുണ്ട്. നമ്മുടെ എളിയ പ്രാർത്ഥനയോട് കൂടിയിട്ട് നമുക്ക് ഈ ഭക്തിപൂർവ്വം ഈ തിരുക്കർമ്മം ആരംഭിക്കാം. അനുദപിക്കുന്ന പാപികളുടെ നിത്യസംഗീതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി ഈ പനിനീരിനെ ആസ്വദിക്കണമേ. ഈ ജലത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സുഗന്ധ ദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചന്ദനത്തിരികൾ ആസ്വദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതിയും ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ പരിശുദ്ധൻ 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 സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ ദൃഢത്തിന് നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിൻ്റെയും ഭൂമിയുടെ രാജാവും ജീവന്റെ മരണത്തിൻ്റെ നാഥനുമാവുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും. ആമേൻ.
മനുഷ്യജീവിതം പുൽക്കുടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. ചുടുകാറ്റടിക്കുമ്പോൾ വാടിപ്പോവുകയും ചെയ്യുന്നു, അത് നിരന്ന സ്ഥലവും അജ്ഞാതമായി തീരുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. മണ്ണിൽ നിന്ന് ആദ്യത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉത്ഥാനപടി നവീകരിക്കുന്നതുമായ കർത്താവേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിൻ്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ എന്നേക്കും ആമേൻ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു, എന്റെ ജീവിതം എത്ര സാരമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ജീവിതം നിഴൽ പോലെ കടന്നു പോകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു, അതാർക്ക് വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. കർത്താവേ, നീ അല്ലാതെ ആരെനിക്ക് ആശ്രയം? എല്ലാ തിന്മകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ ഭരണവിധേയരാക്കുകയും ദയാധിക്യത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ എന്നേക്കും ആമേൻ. ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നൃപനാം മിശിഹ കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തൊടുവാണിടവാൻ ദാസനു വരമെന്നരുളേണം. ുന്നു ആദിപിതാവാമാദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു. മർത്യന് ശരണം നീയല്ലോ. ലോകം വ്യർത്ഥം സകലേശ, ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസനാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായെന്നിൽ വിശ്വാസം നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസമുയർപ്പേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നീടും. മർത്യത പുണരുന്നു, ക്ഷയമുള്ളോനക്ഷയനാകും. മർത്യതയേവം സകലേശൻ നിതരാം നൂതനമാക്കുന്നു. ശരണുവിടർത്തി അവരെ സ്വീകരിക്കുന്നു. അമ്പരവീതിയിൽ അഖിലേശൻ വിസിഹാരാജനെഴുന്നള്ളും. പരിശുദ്ധന്മാർ അണിയണിയാൻ എതിരേൽപ്പിന്നു നിരന്നേടും. ആനന്ദത്തിൻ മണിയറയിൽ ചിരമായി വാണിടും അവരെല്ലാം. ഇന്നു മുതൽ എന്നേക്കും നിത്യോന്നതമാം സായുജ്യം പുൽകുന്നത് നീ ആത്മാവും. നിൻവിളി കേട്ടു ശരീരത്തെ വിട്ടുപിരിഞ്ഞു തിരിക്കുന്നു. വാനവഗണമാദിനവും തക്ഷമരായി കഴിയുന്നു. ആദി മുതൽ എന്നേക്കും ആമേൻ. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവേ, നീ അണയുമ്പോൾ കരുണയോടെ എന്നെ നിർത്തണമേ. നല്ലവരൊത്തു വലം ഭാഗേ നൽകണമേ നിത്യായുസ്സിൻ പരമോന്നതമാം പരിവേഷം. എന്റെ സഹോദരരെ,
വിശുദ്ധ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 13 മുതലുള്ള തിരുവചനങ്ങൾ. എൻ്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുൻപ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിനെ എതിരേൽക്കുവാനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടി ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവേൻ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല. മരണത്തിൽ നിന്നവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ലാതെ വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായി പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധിക്കുവാനുള്ള അധികാരം അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്യുന്നവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ, ഈ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ടു പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗാഗുൽത്തായിൽ നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുദ്ധാനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ, വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായെ, കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവനുമായ മിശിഹായെ, നിന്റെ ദാസന്റെ പാപങ്ങൾ പൊറുക്കുകയും കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ പിതാവും ആകാശത്തിലെ ഭൂമിയിലെ കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാദിക്ക് ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നയിക്കും. കർത്താവേ, അനുഗ്രഹിക്കണമേ. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്ഥിരനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ എന്നേക്കും. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാ, നീ കൂടെ പോരും നിൻ ജീവിത ശൈലികളും
സത്കൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാ നീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ചൊല്ലുക മർത്യാ നീ എന്തിനു കരയുന്നു, വ്യാകുലമാനസന എന്തിനു നീറുന്നു, തിരമാലകളാൽ തിങ്ങിമറിഞ്ഞ് ഇളകും കടൽ പോലെ. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാ നീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഭീകരമരണത്തിൻ കാലടി കേൾപ്പു ഞാൻ, പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു, സാത്താൻ നിറയും പകയോടെ സതതമലട്ടുന്നു. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാ നീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഭൃത്യർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. തുടർന്നുള്ള ഗാനത്തിൻ്റെ സമയത്ത് നമ്മൾ 2 ലൈനായിട്ട് ദേവാലയത്തിലേക്ക് പോവുകയാണ്. റോഡിൻ്റെ വലതുവശത്തു കൂടി പോകുവാനായിട്ട് ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മുമ്പിൽ കുരിശുമായി നമ്മൾ സ്വർഗീയ ജെറൂസലേത്തേക്ക് യാത്ര ചെയ്യുന്ന പ്രതീകമായ അർത്ഥത്തിൽ നമ്മൾ ദേവാലയത്തിലേക്ക് നീങ്ങുകയാണ്. ഈ സഹോദരൻ്റെ ആത്മാവിനെ സ്വർഗത്തിലേക്ക് യാത്രയാകുന്ന ഈ ശുശ്രൂഷയിൽ ഭക്തിനിർഭരമായി നമുക്ക് പങ്കെടുക്കുവാനായിട്ട് ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകമായിട്ട് ആവശ്യപ്പെടുകയാണ്. ഇപ്പോൾ കുടുംബാംഗങ്ങൾ അന്തിമ ചുമനത്തിൻ്റെ സമയമാണ്. ചുമനമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ നൽകാവുന്നതുമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുകയെനിക്കായി നൽകിയ വസതി, പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നു പോകുന്നു ശാശ്വത ഭാഗ്യം നരനരുളിടാൻ കഴിവില്ലാത്തോരിൻ പാർപ്പിടമേ. പ്രഭയുടെ നാട്ടിൽ നിത്യവിരുന്നിൻ അണയട്ടെ ഞാൻ അന്തിമയാത്ര. എന്നുമെന്നേക്കും സഹജന്മാരെ സ്നേഹിതഗണമേ, യാത്ര ചെയ്ത ഞാൻ ചോദിക്കുന്നു, നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകും. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ, പ്രാർത്ഥിപ്പതിനായി പരിപാവനമാം ദൈവിക ഭവനം പോകും നേരം സ്നേഹാർദ്രതയാ എൻ പ്രിയജനമേ അനുദിനമലിവോ നോക്കണമെന്നേ. ഭൂമിയിലവർ വിലപിക്കുന്നു, ആഡംബരവും പ്രൗഢിയുമെല്ലാം നാശോന്മുഖമായി നിഷ്പ്രഭമാകും. പോകുന്നു ഞാൻ ലയമിയലാത്തോ ഉന്നതമോസ്ലേ പ്രാപിപ്പതിനാ. നീ എന്ന
നിലനിൽക്കുന്നു. പോയി മറയും നീ ക്ഷണഭംഗുരമാ ലോകവും അതിലെ ജഡികാശകളും അക്ഷയരാജ്യം നേടാനുതകും നിക്ഷേപങ്ങൾ കരുതുക നമ്മൾ. അവനെ തേടി കണ്ടെത്തിയില്ല, ദുഷ്ടത കുടിവാ നഴുകി നശിക്കും. ലോകമെതിന്നിൽ ഭീതിയുണർത്തി ഓടിപ്പോയി ഞാൻ. ജീവൻ പകരം കുരിശിനെ വിരവോ ആശ്ലേഷിച്ചു. നിന്റെ കരുണയെ അറിയിക്കണമേ, ശാന്തിയിൽ മകനെ പൊയ്ക്കൊള്ളുക നിൻ. പാപത്തിനു ഞാൻ മാപ്പേകുന്നു, പാപിനിയോടായി കൽപ്പിച്ചതുപോൽ എന്നോടും ഇപ്പോൾ കൽപ്പിക്കണമേ. അവനെ പോഴ്ത്തുവിൻ, ദൂതർ വിളിക്കും കാഹളനാഥം. വിധി നാളുയരും മോഹനഗാനം, അതു കേട്ടുണരും ബ്രദരെല്ലാരും. ത്രിത്വത്തിനായി കീർത്തനമോതും. സ്വർഗം ഭൂമിയിലിറങ്ങി ആദത്തിനും സന്തതികൾക്കും കാണാമെനിക്കെൻ്റെ രക്ഷിതാവേ നിന്റെ തങ്ക മുഖം എൻ്റെ താതൻ രാജേ. കാണാമെനിക്കെൻ്റെ രക്ഷിതാവേ നിന്റെ തങ്ക മുഖം എൻ്റെ താതൻ രാജേ. നമ്മുടെ പ്രിയബഹുമാനപ്പെട്ട വിളിച്ച് നമുക്കിപ്പോൾ അനുശോചന സന്ദേശം നൽകും. തുടർന്ന് സംഗീതത്തിൽ 15 വാക്യത്തിലും നീതിമാന്മാരുടെ മരണം ദൈവസന്നിധിയിൽ വിലയുള്ളതാണ് എന്നാണ്. എനിക്ക് 2011 മുതൽ 17 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഞാൻ വരികയായിരുന്നു. പള്ളിയിലെ ഏറ്റവും അടുത്തുള്ള വീടാണ് കൊച്ചേട്ട. പലപ്പോഴും കൊച്ചേട്ടനുമായിട്ട് സംസാരിക്കാൻ വളരെ ശാന്തമായി ഇരിക്കുന്ന ഒരു പ്രകൃതമാണ് അദ്ദേഹത്തിന്. ആരെപ്പറ്റിയും അദ്ദേഹം കുറ്റം പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ശാന്തമായി ഒത്തിരിയേറെ വിപ്ലവകരമായ കാര്യങ്ങളൊന്നും സംസാരിക്കാറില്ല. സാധാരണ ഒരു കുടുംബത്തിലേക്ക് നയിക്കുന്ന തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. ആദ്യമേ തന്നെ അമ്മച്ചിയും ഞാൻ വിധാനത്തിൽ നേരിടുകയാണ്. ഈശോദേവരാജ്യ പ്രഘോഷണം ആരംഭിക്കുമ്പോൾ തൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ വേണ്ടി ഈശോ ചെയ്ത ആദ്യത്തെ അത്ഭുതം താനായിട്ട് കല്യാണം വരുന്നതാണ്. ആ സംഭവത്തിന് ശേഷം 3 ദിവസം
അദ്ദേഹം ജെറുസലേത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തിയാണ് ശിഷ്യന്മാരുടെ കൂടെ. അവിടെ നടക്കുന്ന വേളയിലാണ് ദൂതൻ വഴിയായിട്ട് അറിയുന്നത് ഈശോയുടെ അരുമ സുഹൃത്തായ ദാസ് മരിച്ചു പോയുള്ള സംഭവം. പക്ഷേ ഈശോ അന്ന് ഓട്ടോറിക്ഷയിലോ ബൈക്കിൽ യാത്ര ചെയ്യുകയൊന്നും ചെയ്തില്ല. നടന്നു തന്നെ ബഥനിയായിരുന്നു. ബഥനിയിലെത്തുമ്പോൾ മരിച്ചിട്ട് ലാസ്റ്റ് 3 ദിവസം കഴിഞ്ഞു. മർത്തയും മറിയവും വളരെയേറെ സങ്കടപ്പെട്ട് ചോദിക്കാൻ അവരോട് എവിടെയായിരുന്നു? നിന്റെ പ്രിയപ്പെട്ട സഹോദരൻ മരിച്ചിട്ട് 3 ദിവസമായിരുന്നു, ഇപ്പം ദുർഗന്ധം ഓർക്കുന്നത്. അപ്പോൾ ഈശോ അവരെ ആശ്വസിപ്പിക്കുകയാണ്, ഞാനത് ജീവിതം. അതാണ് സുവിശേഷത്തിൽ ഉയർപ്പിനെ പറ്റിയുള്ള പ്രത്യാശ പകരുന്ന ഒരു ദർശനം ലോകത്തിന് ഈശോ നൽകുന്നത്. അതിന് കാരണമുണ്ട്, യഹൂദ പശ്ചാത്തലത്തിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ 3 ദിവസം കൂടി അദ്ദേഹത്തോടൊപ്പം ആത്മാവ് ഉണ്ടായിരിക്കും എന്നൊരു വിശ്വാസം. 3 ദിവസങ്ങൾക്ക് ശേഷം ശരീരം ജീർണിക്കാൻ തുടങ്ങും. പിന്നെ ജീവിച്ചിരിക്കുന്നവരായി നമ്മൾ പ്രാർത്ഥിക്കുക മാത്രമേ ഫലമുള്ളൂ. അദ്ദേഹം സ്വയമേക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതായത് ഈ ലോകത്തിൻ്റെ സമയത്തിലാണ് ഞാൻ ജീവിക്കുക. ഈ ലോകത്തിൻ്റെ സമയം മനുഷ്യൻ്റെ ദൈവം നൽകിയ സമയമാണ്. ഈ ലോകത്തിന് അതീതമായ സമയം ദൈവത്തിൻ്റെ സമയമാണ്. കൊച്ചേട്ടൻ പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ സമയം കഴിഞ്ഞു, ഇനി ദൈവത്തിൻ്റെ സമയമാണ്. ആ ദൈവത്തിൻ്റെ സമയത്തിലേക്ക് ദൈവജനം ഒന്നാകെ ഈ ആത്മാവിനെ സമർപ്പിക്കുന്ന ഒരു സമയമാണ് കൈരോസ് അല്ലെങ്കിൽ ഈശോയുടെ സമയം. ഈശോയുടെ സമയം ഉത്ഥാനത്തിൻ്റെ സമയമാണ്, പുതുജീവൻ നൽകുന്ന സമയമാണ്, പ്രത്യാശയുടെ സമയമാണ്. അതുകൊണ്ട് നമ്മൾ പർദീസായിലേക്ക് ഒരു കവാടത്തിലേക്ക് നമ്മൾ വാതിൽക്കൽ കൊണ്ടുപോയി പ്രത്യാശ നിറഞ്ഞ നിർഭരമായ ഹൃദയത്തോടുകൂടി അദ്ദേഹത്തെ നമ്മൾ ഈശോയുടെ കാര്യങ്ങളിലേക്ക് പരിഗണിക്കുകയാണ്. കാരണം ഈശോയും ഈശോയെ വിശ്വസിക്കുന്നവരായ നമ്മളെല്ലാവരും ഇന്നല്ലെങ്കിൽ നാളെ മരണത്തോടുകൂടി കേൾക്കേണ്ടി വരും. അതുകൊണ്ടാണ് കുറച്ച് പറയുന്നത്, മരിക്കുമ്പോഴാണല്ലോ അവൻ എത്തുകയും പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നത്? അതുപോലെയായിരിക്കും നമ്മൾ മരിക്കുന്നത്. ചിട്ടയായ ഒരു ജീവിതം നയിച്ച് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് തിരുസം നൽകുന്ന കൽപ്പനകളെല്ലാം പാലിച്ച് കൗതാശി ജീവിതം നയിച്ചുകൊണ്ട് സ്വർഗോന്മുഖമായി ഈ ലോകത്തിൽ തന്നെ ജീവിക്കുമ്പോൾ പ്രത്യാശ നിർഭരമായ ഹൃദയത്തോടുകൂടി നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. ഞാനങ്ങനെ മനസ്സിലാക്കുന്നത്, ഈ പരിസരം വഴി പാലൊക്കെ മേടിച്ചുകൊണ്ട് പോകുമ്പോൾ ഇപ്പോൾ ഞാൻ കാണാറുണ്ട് സൗമ്യമായ സംസാരം, പെരുമാറ്റം. ഈ കുറവ് മാനുഷികമായ ദഹന ജീവിതത്തിൽ കടന്നു വരാൻ കാരണം അത് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം നമുക്ക് ബലം നൽകുന്നത് ഈശോ നൽകുന്ന വരപ്രസാദമാകുന്ന നിത്യ നൂതനമായ നിത്യം അഭിഷേകം നൽകുന്ന പരിശുദ്ധ കുർബാനയാണ്. ആ കുർബാന സ്വീകരിക്കുകയും ആരെങ്കിലും എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നത് ഞാൻ അവിടെ വസിക്കും. അവസാന ദിവസം ഞാൻ ഇതിനതീതമായിട്ടുള്ള ഒരു പ്രത്യാശാപരമായ ഒരു സ്വാതന്ത്ര്യ മനസ്സുകൾ ഈശോയ്ക്ക് ഈ ലോകത്തിൽ നമ്മളെത്ര ഭാഗ്യപ്പെട്ടവരാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഈ തിരുവാതിരം സ്വീകരിച്ചുകൊണ്ടിരിക്കുക പറഞ്ഞ് എല്ലാം സ്വീകരിച്ച ശേഷമാണ് കൊച്ചട്ടിലെ ലോകത്തിൽ യാത്ര. ലോകം ശരിയാണെങ്കിൽ പറ്റുമ്പോഴൊക്കെ അദ്ദേഹം ദൈവവിധിയിൽ അടുത്തായതുകൊണ്ട് വരുമാനവും സംഭവിച്ചു. വിദ്യാഭ്യാസത്തിൽ അദ്ദേഹം സ്വീകരിച്ച എല്ലാ ദാസങ്ങളും ദൈവസന്നിധിയിൽ സ്വീകാര്യമായി ചെയ്യും. ഒരിക്കൽ കൂടി കുടുംബാംഗങ്ങൾക്ക് ഞാൻ പ്രത്യേകം പരിശോധന ദൈവത്തിൻ്റെയും തോട്ടത്താടി വീടവയിലെ കഥേവാടാണല്ലോ അല്ലേ, ഇത് കഥേവാടാണ് പള്ളിവാടാണ് ഞാൻ പറയുന്നത്. ഞാൻ പ്രത്യേകിച്ചും ജോലിയും കുടുംബാംഗങ്ങളും ഒത്തിരിയേറെ ത്യാഗത്തോടുകൂടി യാത്രയിലൂടെ വന്ന് ചാച്ചി കാര്യങ്ങൾ അന്വേഷിക്കുകയും
വേണ്ട ക്രമീകരണങ്ങളെല്ലാം വിദ്വാൻ ചെയ്തതെന്നാണ് എൻ്റെ വിശ്വാസം. ഇവിടെ ഞാൻ പോയിട്ട് ഇപ്പോൾ 7 വർഷങ്ങൾ കഴിഞ്ഞു. എന്നാലും എനിക്ക് വല്ലപ്പോഴൊക്കെ കോണ്ടാക്ട് ഞാൻ വികാരിയച്ഛൻ്റെയും സിസ്റ്റേഴ്സിൻ്റെയും എല്ലാവരും ഒരിക്കലും കൂടെ ഞാൻ അനുശോചനം രേഖപ്പെടുത്തുന്നു. സ്വാതന്ത്ര്യമായിട്ട് അവനാൻ്റെ സുവിശേഷം 14 ആണ്. നിങ്ങളുടെ കണ്ണിൽ അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുകയും ഇതിൽ വിശ്വസിക്കുകയും എന്ന ഈശോയുടെ നല്ല വചനം ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് നിങ്ങളാരും നിരാശപ്പെടരുത്. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മുന്നോട്ട് പോകുകയാണ്. അദ്ദേഹത്തെ കൊണ്ട് പ്രാർത്ഥിക്കാം. ഇവിടെ കുടുംബാംഗങ്ങളെല്ലാം പ്രത്യേകിച്ച് എല്ലാവർക്കും വലിയുള്ളവരും അവരെ പ്രാർത്ഥന നമുക്കുണ്ടായിരിക്കും. ഇടവാസം പ്രാർത്ഥന ഉണ്ടായിരിക്കും. വികാരിച്ചും സിസ്റ്റേഴ്സിനെല്ലാവരും അവരുടെ പ്രാർത്ഥനകളെ സ്മരിക്കുകയും ഈ തിരുക്കർമ്മത്തിൽ സജീവമായ സമർപ്പിക്കാൻ കുടുംബാംഗങ്ങളെ പറയുന്നത് ഒരിക്കൽ കൂടി ഈ അനുശോചന സന്ദേശം വിചാരിച്ച് അവസരം നൽകിയതെന്ന് പറയുന്നു. പരിശുദ്ധ ഈ ചാച്ചൻ്റെ വേർപാടിലെ അന്തിമ നാളുകളിൽ രോഗാവസ്ഥയിലായിരുന്ന സമയത്ത് ബിജു പല പ്രാവശ്യം അവധിയെടുത്ത് UK നിന്ന് വരികയും ഈ അപ്പച്ചൻ്റെ ശുശ്രൂഷിക്കുകയും ചില കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുകയും ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ ബിജു പോയതേ ഉള്ളൂ. അതുപോലെ NC 1 മാസം എങ്ങാണ്ട് ലീവ് എടുത്ത് ഈ അപ്പച്ചൻ്റെ അടുത്ത് ശുശ്രൂഷിക്കുക, മതകാരന്മാരെ ശുശ്രൂഷിക്കാനായി കൂടെ ഉണ്ടായിരുന്നു. അതുപോലെ NC അവധിയെടുത്ത് വരികയും ഈ അപ്പച്ചൻ്റെ അന്തിമ നാളുകളിൽ അച്ഛൻ്റെ മരണസമയത്ത് NC ഉണ്ടായിരുന്നു എന്നുള്ളതും വളരെ അപ്പച്ചന് ആശ്വാസകരമായ കാര്യമാണ്. മക്കൾ ഈ ചാച്ചനോട് കാണിച്ച ശുശ്രൂഷയും ബഹുമാനവും സ്നേഹവും കരുതലും അതെല്ലാം ദൈവം പ്രതിഫലം നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായി കടന്നിരിക്കുന്ന എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ വേർപാടിൽ ഉള്ള ദുഃഖം ദൈവം സഹിക്കാനുള്ള ശക്തിയും പ്രത്യാശയോടെ ഈ അപ്പച്ചൻ സ്വർഗത്തിലേക്ക് യാത്രയാവുകയാണ് എന്ന ബോധത്തോടുകൂടി വിശ്വാസത്തോടെ പ്രത്യാശയോടെ ജീവിക്കാൻ ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പെരിയ ബഹുമാനപ്പെട്ട ക്രിയാക്കോസ്വെറ്റോലിയച്ചന് കുടുംബാംഗങ്ങളുടെ പേരിൽ പ്രത്യേകമായ നന്ദി അറിയിക്കുകയാണ്. ബഹുമാനപ്പെട്ട തോമസ് പാറേക്കാട്ടച്ചനും വീട്ടിൽ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അദ്ദേഹത്തെ അവസരത്തിൽ കുടുംബാംഗങ്ങളുടെ പേരിൽ ഓർക്കുകയും നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു. സുരത്തേരിലെ പ്രാർത്ഥനാ ശുശ്രൂഷകൾക്ക് ശേഷം നിങ്ങൾക്ക് ജ്യൂസ്, ബിസ്ക്കറ്റ് എല്ലാം കുടുംബാംഗങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വീട്ടിൽ ചോറിൻ്റെ ക്രമീകരണം, ഭക്ഷണത്തിൻ്റെ ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട്. അതിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുകയാണ്. ബിജു നേരത്തെ അറിയിച്ചതാണ്. അപ്പോൾ ഈ വാർഡിലുള്ള കമ്മിറ്റി അംഗങ്ങൾക്കും അതുപോലെ കൈക്കാരന്മാർക്കും എല്ലാവർക്കും കുടുംബാംഗങ്ങളുടെ പേരിലുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുകയും ചെയ്യുകയാണ്. തുടർന്നുള്ള പ്രാർത്ഥനാ ശുശ്രൂഷയിൽ നമുക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാം. ജീവനും അതുപോലെ ശരണമരുടേടാ ശബ്ദമുയർത്തുമ്പോൾ കല്ലറ വിളയും മൃതരേൽക്കും. മൃതിയെ
വലിയവരും വലിയവരും പ്രിയരേ കരയനകേശൻ പുനരുത്ഥാനം നൽകാൻ വരുമല്ലോ. ആദിമുതലേക്കും ഈശോനാഥ മരണമുയരും നിൻ കൈകളിലല്ലോ നിന്നെ നമിക്കുന്നു. കർത്താവേ, വാത്സല്യപൂർവ്വം ഞങ്ങളെ സന്ദർശിക്കുകയും കാരുണ്യപൂർവ്വം ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഉദ്ധാന പ്രദേശത്ത് കഴിയുന്ന മനുഷ്യരെ ഉയർത്തിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ എന്നേക്കും. കർത്താവേ, നിന്റെ പൈതൃകമായ പരിപാലനയെ ഞങ്ങൾ ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളെ മരണവിധേയരാക്കുകയും വീണ്ടും ജീവിക്കുകയും ചെയ്യുന്നു. ഉത്ഥാനം ഞങ്ങളുടെ ശരീരങ്ങളെ നീ മുക്തമണിയിക്കുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ എന്നേക്കും. വയലിൽ പുലരും പുൽക്കൊടി പോലെ ജീവിതവിളയിൽ ഓർത്തോർത്തിരിയും നൈരാശ്യമുടെ വിലപിക്കരുതേ. രണ്ട് ലൈനായിട്ട് ഭക്തിപരമായി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് പോവുകയാണ്.
കർത്താവേ, നിന്റെ ദാസന്റെ ആത്മാവിനെ നീതിമാന്മാരുടെ രാജ്യത്ത് പ്രവേശിപ്പിക്കണമേ. മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മരണവിധേയനാക്കുകയും ചെയ്യുന്ന ദൈവമേ, നിന്റെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന കവരണം എത്ര മനോഹരമാകുന്നു. വിശുദ്ധ മാമോദീസായാൽ മുദ്രിതവും വിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമായി ശരീരത്തിന് നിന്റെ ദിവ്യപുത്രന്റെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ട ഈ കവരണം നീ പവിത്രീകരിക്കണമേ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും സ്വഭാവം കൊണ്ട് നീ എന്നെ തളിക്കുക, ഞാൻ നിർമ്മലനാകും. നിന്റെ അനുഗ്രഹത്തിന്റെ ദിവ്യജലത്താലെ ആളെ ആശ്വസിപ്പിക്കണമേ. അതിനെന്നെ കഴുകുക, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന്റെ ദിവ്യജലത്താൽ ഈ കവടം ഞാൻ മഞ്ഞേക്കാൾ വെണ്മയുള്ളവനാകും. കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന്റെ ദിവ്യജലത്താൽ ഈ കവടം പൗത്രീകരിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കുരിശ് വഴിയായി നമ്മെ രക്ഷിച്ച പുത്രനും സ്തുതിയും ബഹുമാനവും സമർപ്പിക്കാം. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിമളധൂപം പോലെ ഇതിനെ പ്രസാദിപ്പിക്കട്ടെ. മനുഷ്യ, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്നരുളി ചെയ്ത സകലത്തിന്റെയും നാഥനായ ദൈവം നിന്നെ ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടി അവസാന ദിവസം തന്റെ വലത് ഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ കൂദാശകൾ അത്യുന്നത ദൈവത്തിന്റെ ന്യായാസനത്തിങ്ങൾ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം. നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്നും ഓർത്തുകൊള്ളുക. ആകാശഭൂമി നിന്റേതാകുന്നു, ആകാശഭൂമി ഭൂതലവും താപകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായുസ്സും. ആനന്ദിക്കും കർത്താവേ, നിൻ സുനിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാ നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവനുദിക്കുന്നു. എല്ലാം തെളിവായി എന്നുടെ നാഥാനിൻ തിരുവഴിയെല്ലാം കാണുന്നു. നിരവധിയാവൻ പാപങ്ങൾ നിരയായി വിളിക്കല്ലേ. വണങ്ങി നമിക്കുന്നു ഈശോ മിശിഹാ, നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ജനമെല്ലാം പ്രകീർത്തിക്കട്ടെ ഞങ്ങളുടെ മർത്തി ശരീരങ്ങൾ. ഉദ്ധാനം നീങ്ങുന്നു. നാഥ, ഞങ്ങളുടെ ആത്മാവും രക്ഷിക്കുന്നവനല്ലോ നീ. ആമേൻ ആമേൻ. ഘോഷിക്കുവിൻ സർവേശാ, നീ പരിശുദ്ധൻ. ബലവാനേ, നീ പരിശുദ്ധൻ. നിത്യനമർത്യൻ പരിശുദ്ധൻ. നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. ഇവരുടെ മക്കളുടെ ആ സാന്നിധ്യത്തിൽ ഇവരെ ശുശ്രൂഷിച്ച സിബി, കുഴപ്പനാട്ട്, ശോഭ എന്നിവരെ ഹൃദയമായിട്ട് നന്ദിയോടെ ഓർക്കുക. ദൈവം ഹൃദയമായി പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ ആന്റണി കണ്ണൂക്കാടൻ കുടുംബാംഗങ്ങൾ മക്കള് ഇല്ലാത്ത സമയത്ത് ഈ ചാച്ചനെ ശുശ്രൂഷിക്കുകയും
വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത അവരെ കൃത്യമായി ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. എനിക്ക് പ്രതി കൊടുത്തവളെ വിശദീകരിക്കണമേ. മാലാഹമാരുടെ സ്വർഗത്തിൽ നിന്നെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെ മരണത്തിലെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും അവർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നതുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുമ്പോൾ ചെയ്യുന്നു. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായി നീക്കും. നാഥനടഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമിടും വിധിയാൽ വാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. നാഥനടഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമിടും പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി കിട്ടിയെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനും നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. ദേഹമെന്നൊരാ വസ്ത്രമോരിഞ്ഞ 6 അടി മണ്ണിലാഴ്ത്തവേ, ഭൂമിയെന്നൊരാ കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ. മാലാഖ